വളരെ സന്തോഷമുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഏകദേശം കുറച്ചായി വരാത്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ആദ്യമായി ഈ പ്ലാൻ കേട്ടിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ആദ്യമായി കേൾക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. എന്നെ പരിചയപ്പെടാം. എൻ്റെ പേര് ഫാസിലാണ്. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. ഈ 6 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ അവസരം എന്ന് ചോദിച്ചാൽ ഈ മൈലബ്സിലൊരു വിത്ത് ഇടാൻ അവസരം കിട്ടി. ആ വിത്ത് മുളച്ച് ഇന്ന് നാഷണൽ ടീം കൊണ്ടുവന്നത് ആയിരുന്നതാണ്. ഈ ഒരു അവസരം അഥവാ എൻ്റെ കയ്യിൽ കിട്ടിയ വിത്താണ് ഞാൻ ഇന്ന് പല ആൾക്കാർക്കും ഷെയർ ചെയ്തു. ആ വിത്ത് ഇന്ന് വെയിലും മഴയും എല്ലാം കൊണ്ടു ഇന്ന് നമ്മുടെ കൂടെ തന്നെ. ഇന്ന് മഴ വരെ പെയ്തല്ലേ, അതെല്ലാം അതായത് നിങ്ങൾ ഇതാക്കി ഇരുട്ടേക്ക് വന്നിട്ട് അങ്ങനെ എൻ്റെ ടീമും കൂടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് കമ്പനിൻ്റെ ടീം കോർഡിനേറ്റർ മുതൽ ഇന്ന് ഏകദേശം റീജിയണൽ ടീം കോർഡിനേറ്റർ എത്തിച്ചേർന്ന പല ലീഡേഴ്സും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ലീഡേഴ്സും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഒറ്റക്കാരെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങോട്ട് ഇരിക്കുന്ന പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്നെ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത് ഒറ്റക്കാരിയായിരുന്നു. പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും, സോപ്പ് വിറ്റാൽ 30 രൂപ കിട്ടും, എയർ ഓയിൽ വിറ്റാൽ 100 രൂപ കിട്ടും. ഇത് മാത്രം എൻ്റെ ഉള്ളിലുള്ളൂ. കാരണം എന്താ, നമ്മൾ പഠിച്ചത് +2 വരെ. ഏടി എന്ത് പഠിപ്പിച്ചില്ല? ഡയറക്ഷനും പഠിപ്പിച്ചില്ല. നിങ്ങൾ പഠിപ്പിച്ചെന്ന് അറിയും എന്ത് പറ പിന്നെ ആടെ പിന്നെ എന്തെല്ലോ കാലിത്തീറ്റെല്ലാം പഠിപ്പിച്ചിട്ടില്ലേ? അതെല്ലാം കിട്ടിയ പോലെ ഞാനും പഠിച്ച് എന്ത് ഇവരുടെ അടുത്ത് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് എനിക്ക് എൻ്റെ വിചാരം ഈ പ്രൊഡക്റ്റ് വിൽക്കലാണ് ഈ കച്ചവടം എന്ന് വെച്ചാൽ ഞാൻ നല്ലോണം പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങും. പക്ഷേ പ്രൊഡക്റ്റ് വിൽക്കൽ മാത്രമല്ല, വിൽക്കുക എന്ന് പറയുന്നത് രാവിലെ മുതലേ ഇറങ്ങും, വൈകുന്നേരം ഒരു വോളിബോൾ കളിക്കുന്ന സമയം വരെ വിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലെത്തും. എന്തെങ്കിലും നെറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം പൈസ കൊടുക്കാനാണ്. കാരണം ക്യാഷ് കിട്ടാൻ തുടങ്ങി. വല്ലാത്തൊരു സന്തോഷം. ആ സമയത്തൊക്കെ എൻ്റെ നാട്ടിൽ പല ആൾ പെയിന്റ് പണിക്കും കല്ലിൻ്റെ പണിക്കെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കും നീ എന്താ, ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് തുടങ്ങുമ്പോൾ ഇവർ ചോദിക്കും ഇതെന്താ സംഭവം. ഇവരോട് ആരോടും പറയൂല. എന്താ കാരണം പറയാം, അഥവാ ഞാൻ പ്രൊഡക്റ്റ് വിൽക്കുന്ന പറഞ്ഞിട്ട് നാളെ ഇവർ വിറ്റാലോ എന്ന് വിചാരിച്ച് ആരോടും പറയാണ്ട് മുന്നോട്ടേക്ക് പോയി. പക്ഷെ പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, തേവര എന്ന് പറഞ്ഞ സ്ഥലം. അത് എവിടെയും ചോദിച്ചപ്പോൾ കൊച്ചിയിലാണ്. അങ്ങനെ അവിടത്തേക്ക് ആദ്യമായി അങ്ങനെ പോയി. അവിടെ ഒരു RTP എന്നൊരു പ്രോഗ്രാമിന് പോയി. എന്നെ കൊണ്ടുപോയത് അങ്ങനെയൊന്നല്ല, എന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിരുന്നു. എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമായിരുന്നു, ഫാസിലെ നിനക്ക് ഇതിനേക്കാൾ നല്ല ഗ്രൗണ്ടിലുള്ള സ്ഥലമുണ്ട്, വോളിബോളിൽ കളിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമുണ്ട്, അവിടത്തേക്ക് വരുന്നു. അവിടെ വോളിബോൾ മാത്രമല്ല പറഞ്ഞത്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഷട്ടിൽ കോർട്ട് ഉണ്ട്, പിന്നെ നല്ല റൂം ഇതെല്ലാം ഉണ്ട്. ഈ ഫെസിലിറ്റി എല്ലാം കിട്ടാൻ വെറും 5000 രൂപ മാത്രം മതി. വെറുതെ നമ്മൾ നോക്കും ഇതെല്ലാം പറഞ്ഞാൽ ഇവിടെ കുറയണമെന്ന് അങ്ങനെയല്ലേ. പക്ഷെ ഞാനിത് കേട്ട ഉടനെ പോയി. പക്ഷെ പോയി അവിടെ ഇരുന്ന് ഒരുപാട് ആൾക്കാർ എന്നെ പോലെ ഇതേപോലെ സൂട്ടെല്ലാം ഇട്ടിട്ട്, ഞാൻ അന്നിരിക്കും നിങ്ങൾ ഇരിക്കുന്ന പോലെ സാധാ ഷർട്ട് വിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സൂട്ടെല്ലാം ഇട്ടിരുന്നതിന് ഇൻസൈഡലാക്കിയിരുന്നതിന് കുറച്ചൊരു ബഹുമാനം കൊടുത്തു. കാരണം നമ്മളെ കണ്ട് മുതിർന്നവരാണല്ലോ, നമ്മൾ കൊടുത്തു. പക്ഷേ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വീട് നിങ്ങൾ പോയാലോ, നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് മുങ്ങുന്നവരെ ഒന്ന് മുങ്ങിയാലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് പറഞ്ഞത് ഫാസിൽ മുങ്ങാൻ കഴിയില്ല. കാരണം 5:30 മണിക്ക് ട്രെയിനുള്ളൂ, അതുകൊണ്ട് അത്ര ഒരാടെ ഇരുന്നേ പറ്റൂ. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. അന്നത്തെ ട്രെയിനിങ് ഫുള്ള് കേൾക്കാൻ പറ്റിയെങ്കിലും അവിടെ നിന്ന് ഒരു വ്യക്തി പറഞ്ഞു എണീച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സ്റ്റേക്ക് ചെയ്തത്. ആ വ്യക്തി ആരുമല്ല, എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം. നമ്മൾക്കറിയാം, നമ്മൾ വേറൊരു ജില്ലയിൽ നമ്മുടെ നാട്ടിൽ ഒരാളെ കണ്ട പരിചയപ്പെട്ട എങ്ങനെ ഉണ്ടാവുക, നിങ്ങൾ ഇവിടെ വന്നേ ചോദിക്കൂലേ. അതേപോലെ ഞാൻ എന്തെന്ന് വെച്ചാൽ അന്ന് അവിടുന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, എൻ്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ് എങ്കിലും എൻ്റെ ആഴ്ച വരുമാനം 2,10,000 എൻ്റെ പ്രദേശം കണ്ണൂരാണ്. ഞാനും എണീച്ചത് ഞാൻ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ തന്നെ കണ്ണൂർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു 2,10,000. കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം പോയി വിട്ടിട്ട് പ്രൊഡക്റ്റ് വിട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ല 2,10,000 ആഴ്ചക്ക് കിട്ടുന്നില്ല. അവർ ഒന്ന് ആഴ്ചക്ക് 2 ലക്ഷം. അപ്പം അങ്ങനെ ഒരു ദിവസം മിനിമം 30,000 രൂപ കിട്ടണം. അങ്ങനെ കിട്ടണ്ടെങ്കിൽ എവിടെ പോയിട്ട് വിൽക്കണമെന്ന് പിന്നെ എൻ്റെ സംശയം. പിന്നെ അയാൾ പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ലോറി ഡ്രൈവറാണ്, ആരുമല്ല. ഇന്ന് നമുക്കറിയാം നമ്മളെ ഏറ്റവും വലിയ പവർഫുൾ ലീഡറായ സോമകുമാർ സാറായിരുന്നു അന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സ്റ്റേക്ക് ചെയ്ത ഒരു കാര്യമാണ്, ഇത് എവിടെ പോയിട്ട് വിൽക്കണം. കാരണം അദ്ദേഹത്തിന് ഏകദേശം 10-25 ലോറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെല്ലാം ലോറിയിൽ വെച്ചിട്ട് എനിക്ക് സാധനം വിൽക്കുന്നുണ്ടാവും എൻ്റെ മൈൻഡിലുണ്ടായത്. പക്ഷെ അവരെന്നല്ല, അവരിങ്ങനെയാണെന്ന് എന്നോട് വേറൊരു ദിവസം എൻ്റെ ഗ്രേറ്റ് ലീഡർ എൻ്റെ കൂടെ ഇരുന്ന്, ഗ്രേറ്റ് ലീഡർ ഇജാസ് സാറും അതുപോലെ തന്നെ സത്യൻ സാറും മുബാറക് സാറും എൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ എന്നുള്ള പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇത് എന്ത് വില കൊടുത്ത് വിടൂല. കാരണം എനിക്കിത് കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഇത് വാങ്ങിയവരെ പറഞ്ഞപ്പോൾ അവർ പഠിച്ചത് 7ാം ക്ലാസ് ആണെങ്കിൽ ഒന്നുമില്ല, അറ്റ്ലീസ്റ്റ് +2 വരെയും പഠിച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയി. ഇന്ന് ഏകദേശം പറയാണ് 2,10,000 വാങ്ങിയെന്നതല്ല, ഇന്ന് ഏകദേശം 6ഓളം വ്യക്തിക്ക് 2,10,000 വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ 2,10,000 വാങ്ങുമ്പോൾ തുടർച്ചയായി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. പല ആൾക്കാർ 2,10,000 നിങ്ങളെല്ലാം ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു 10,000 കിട്ടിയാൽ മതി. നിങ്ങൾ ആദ്യം ഒന്ന് നിൽക്കരുത്.
നിങ്ങളൊന്ന് ആദ്യം ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്യ്, അഥവാ നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്ക്, പഠിക്ക്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഏകദേശം പറയണ കഴിഞ്ഞ ആഴ്ച അല്ല, അതിൻ്റെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 3 മാസം എൻ്റെ വരുമാനം 3 ലക്ഷത്തിന് മുകളിലെ വരുമാനം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ഇൻകം കിട്ടുമ്പോൾ ഒരു മാസം 3 ലക്ഷം, പ്ലസ് 2 പാസ്സല്ലാത്തവർക്ക് 3 ലക്ഷം കിട്ടുമ്പോൾ ഞാൻ എന്താ പറയുക? ഇങ്ങനെ തന്നെ പറ. പ്ലസ് 2 പാസ്സല്ലാത്ത ഒരു വ്യക്തിക്ക് 3 ലക്ഷം വരുമാനം കിട്ടിയിട്ടില്ല, ഏതാ പഠിക്കണ്ടേ? ഞാൻ പറയാ SLC നമ്മൾ പറയുകയാണെങ്കിൽ പ്ലസ് 2 പാസ്സല്ലാത്ത SLC എന്ന് പറയൂ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഡിഗ്രി BCom മറ്റുള്ള എല്ലാം പഠിക്കുന്നത്. ഇനി എഞ്ചിനീയർ ആവാൻ പഠിച്ചവരുണ്ട്, അല്ലുണ്ട്. അവരോട് പറഞ്ഞ കല്ലിന് പണിക്ക് പോകുന്ന പോവാ, ഡോക്ടർ ആവാൻ പഠിച്ച് അവര് പോവാ ഇല്ല, അവരൊന്നും പോവില്ല. പക്ഷെ പ്ലസ് 2 പാസ്സല്ലാത്തവർക്ക് ഏടി പണിക്ക് പോവാ, ഉറപ്പല്ലേ? പ്ലസ് 2 പാസ്സല്ലാത്തവർക്ക് ഏടിയുമ്പോ അങ്ങനെ എല്ലാ പണിക്കും പോയി. ലാസ്റ്റ് ഈ പണി ഞാൻ വേണ്ടാന്ന് പറഞ്ഞ, പക്ഷെ ഇന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോ ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയതാണ്. ഇന്ന് ഏകദേശമാണ് മാസ വരുമാനം 3 ലക്ഷം 4 ലക്ഷം വരുമാനം ഈ ബിസിനസ്സിലേക്ക് വാങ്ങാൻ സാധിച്ചപ്പോ ഞാൻ പറയാ, ഇന്ന് പല ലീഡേഴ്സും 2,10,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും കണ്ടിന്യൂ 2,10,000 വാങ്ങിയിട്ടുള്ള ഒരു ഫിഗർ എനിക്കും കാണിക്കാൻ പറ്റും. അതേപോലത്തെ അവസരമാണ് നമ്മൾ കൈമ കിട്ടിയിട്ടുള്ളത്. ഇടിയിരിക്കുന്ന പല വ്യക്തികളും, എന്റെ കൂടെ വന്ന വ്യക്തി പല വ്യക്തിക്കും 5,000 മുതൽ ഏകദേശം 50,000 വരെ 2,10,000 വരെ വാങ്ങിക്കൊടുക്കാൻ എന്നെ കൂടെ സാധിച്ചിട്ടുണ്ട്. ഇടിയിരിക്കുന്ന പല വ്യക്തികളും എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, ഇതൊരു ചുമരം ആണിയടിക്കുന്ന പോലെയാണ്. ഇത് ചുമരമിന് ആണിയടിക്കുന്ന പോലെയാ. ഒരടിക്ക് ആണി ചുമരമ കയറൂല, അങ്ങനെ കയറുന്നത് പൊള്ളയാ അല്ലേ? നമ്മൾ പറയില്ല കുമ്മാത്തിനുള്ള. പക്ഷെ ഒരു തവണ അടിച്ചോണ്ടല്ല, ഒന്നടിക്കുമ്പോ അത് അനക്കണം. അങ്ങനെ 5 or 6 തവണ അടിക്കുമ്പോൾ അത് കയറുക. അതുകൊണ്ട് 6ാമത്തെ തവണ അടിച്ചാലാ കയറിയെന്ന് പറയുന്നത്. അത് 1 മുതൽ അടിച്ചോണ്ടാ. അതുപോലെ നിങ്ങൾ നിരന്തരമായി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, നിരന്തരമായി നിങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2,10,000 വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മലയാളം. താങ്ക് യു.